ഫൈസി നേരത്തെ മറ്റേ അദാനിയുടെ പോർട്ടിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. 2021 ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് മുന്ദ്ര പോർട്ടിൽ നിന്ന് 3000 കിലോ ഹെറോയിൻ പിടിച്ചൊരു കേസ്. അത് ഭയങ്കര ഫേമസ് ആയിരുന്നില്ല ആ സമയത്ത്. അതെ അതെ, അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഷിപ്പ് ചെയ്ത 3000 കിലോ ഹെറോയിൻ, അതായത് 3 ടൺ ഹെറോയിൻ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ്. അതെ അതെ അതെ. അതെന്താ സംഭവിച്ചാല് മുന്ദ്ര എന്ന് പറഞ്ഞ ഗുജറാത്തിലെ പോർട്ടിലാണ് അത് വന്ന് ഇറങ്ങുന്നത്. അത് അഫ്ഗാനിസ്ഥാൻ എന്ന ഷിപ്മെന്റ് ചെന്നൈയിൽ ഒരു കപ്പിൾസിന്റെ പേരിലാണ് ഷിപ്മെന്റ് വന്നത്. ആയുർവേദിക് പ്രൊഡക്ട്സ് എന്നായിരുന്നു അതിൽ ലേബിൾ ചെയ്തിരുന്നത്. അപ്പൊ ഇവർക്ക് എന്തോ ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബാംബു ഷേപ്പിലെ കണ്ടെയ്നറുകളിൽ ഈ ഹെറോയിൻ നിറച്ചിരിക്കുക. ഇതിന്റെ ടോട്ടൽ വെർത്ത് എത്രയാണെന്ന് അറിയോ? 21,000 കോടി, അതായത് 21,000 crore ഹെറോയിനാ വന്നത്. എനിക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്വിസ്റ്റ് തോന്നിയത് എങ്ങനെയാ വെച്ചാൽ ഇതൊരു കോൺസ്പിറസി തിയറിയാ. ഫാക്ട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അതായത് 2021 സെപ്റ്റംബറിലാണ് ഈ ഇത് നടക്കുന്നത്, ഈ ഷിപ്മെന്റ് പിടിക്കുന്നത്. അതിന്റെ നെക്സ്റ്റ് മന്ത്, അതായത് October 3 നമ്മുടെ SRKയുടെ മകനെ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്യുന്നത്. ഷിപ്പ് ചെയ്യുന്നത്, അതായത് ക്രൂസ് ഷിപ്പിൽ DJ പാർട്ടിക്ക് ഇടയ്ക്ക് NDMA ചരസും ഒക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ചെറിയ ക്വാണ്ടിറ്റി എന്നുള്ളൂ, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇല്ല, അത് പേഴ്സണൽ കൺസംഷൻ ഉള്ള ക്വാണ്ടിറ്റി ഇല്ല പിടിക്കുന്നത്. അതിന്റെ കൂടെ 2 വിറ്റ്നസ്സുകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഷിപ്പിൽ ഉണ്ടായിരുന്നു പറയുന്ന ആര്യൻ ഖാന്റെ കൂടെ ആ DJ പാർട്ടി അതിലെ ക്രൂസ് ഷിപ്പിൽ ആ ജേർണി സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ 2 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോൺസ്പിറസി തിയറി പറയുന്നത് എങ്ങനെയാ വെച്ചാല് സെപ്റ്റംബറിൽ ഈ ഒരു ഹെറോയിൻ പിടിച്ചല്ലോ, അതും അദാനിയുടെ പോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു ചീത്തപ്പേരാണല്ലോ ആക്ച്വലി. അതായത് ഒരു ഇത്രയും നല്ലൊരു പോർട്ടിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇതുവരെ അതിന് ഓവർസീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല, അറ്റ്ലീസ്റ്റ് പിടിച്ചിട്ടില്ലെങ്കിലും ഇല്ല. അപ്പൊ ഇതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് SRKയുടെ മകനെ ഇവിടെ ജയിലിട്ടെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എവിഡൻസുകൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം 26 ദിവസമാണ് ആര്യൻ ഖാൻ അകത്ത് കിടക്കുന്നത്. ബർത്ത്ഡേക്ക് തൊട്ട് മുമ്പാണ് അറസ്റ്റ് ചെയ്യുന്നത്. 26 days കണ്ടിന്യൂസ് ആയിട്ട് ജയിലിൽ കിടക്കുവാണ്. അപ്പൊ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്നത് SRKയുടെ മകന്റെ കേസ് മാത്രമല്ല, ഫുൾ വൈറലായിരുന്നു, വീഡിയോസ് വൈറലായിരുന്നു. SRKയുടെ ബൈറ്റ് കിട്ടാൻ വേണ്ടി മീഡിയ പുറകെ നടക്കുന്നു, കിട്ടുന്നില്ല. SRKയുടെ ബർത്ത്ഡേ അടുത്ത് വരുന്നു, മന്നത്തിലെ സെലിബ്രേഷൻ അറിയാമല്ലോ. SRKയുടെ ബർത്ത്ഡേക്ക് ആ സെലിബ്രേഷൻ തൊട്ട് മുന്നെയാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ സമീർ വാങ്കഡെ എന്ന് പറഞ്ഞ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്, പുള്ളിയാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. അപ്പൊ ഇയാൾക്കെതിരെ നേരത്തെ അക്യൂസേഷൻസ് ഉണ്ട്. ഇയാൾ ഈ പറഞ്ഞ പോലെ കറപ്റ്റ് ആണ്, പ്രശ്നങ്ങളുണ്ട്, ആൾക്കാരെ ഫ്രെയിം ചെയ്യുകയാണ്, എവിഡൻസ് ഫ്രെയിം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇയാൾക്കെതിരെ അക്യൂസേഷൻസ് ഉണ്ട്. പക്ഷെ കൂടെ നിന്ന വിറ്റ്നസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. SRKയുടെ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൂടെ അറസ്റ്റ് ചെയ്ത 2 വിറ്റ്നസ്സുകൾ സ്ട്രോങ് ആയിരുന്നുകൊണ്ട് കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ വന്നിരുന്നത്. പക്ഷെ അവർ ലാസ്റ്റ് ആയപ്പോൾ വലിഞ്ഞു. അതെങ്ങനെയാ സംഭവിക്കുക വെച്ചാൽ ഈ സമീർ വാങ്കഡെ എന്ന് പറയുന്ന കേസ് ഹെഡ് ചെയ്ത ആളെ SRKയുടെ 25 കോടി രൂപ ഇത് ചോദിച്ചു, കൈക്കൂലി ചോദിച്ചു. കൈക്കൂലി ഇൻ ദ സെൻസ് ഇതിനൊരു പാരിതോഷികമായിട്ട് ചോദിച്ചു. ഇത് കേസ് ഒതുക്കി തരാം എന്നുള്ള നിലയ്ക്ക്, എവിഡൻസ് മാറ്റാം, അതല്ലെങ്കിൽ കേസ് നൂരി തരാം എന്നുള്ള രീതിയിൽ 25 കോടി രൂപ കൈക്കൂലി ചോദിക്കുന്ന സമയത്താണ് ഇതിൽ എവിടെയോ ട്വിസ്റ്റ്, ഇവർക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നത്. അങ്ങനെ 26 ദിവസത്തിന് ശേഷം ബെയിൽ കിട്ടിയ ആൾ പുറത്തിറങ്ങി ആസ് യൂഷ്വൽ SRK മന്നത്തിൽ സെലിബ്രേഷൻ നടത്തി. ഓഡിയൻസുമായിട്ട് എല്ലാവരും, ഫാൻസ് എല്ലാവരും വന്ന് SRKയുടെ ഒരു സെലിബ്രേഷൻ അതെല്ലാം നടക്കുന്നത്. അതിനുശേഷം കേസ് നേരെ ഉൾട്ടായി. അതായത് സമീർ വാങ്കഡെ ഫ്രെയിം ചെയ്തതാണെന്നുള്ള രീതിയിൽ കേസ് വന്നു. CBI ലാസ്റ്റ് അറസ്റ്റ് ചെയ്തു സമീർ വാങ്കഡെ. അപ്പോൾ ഈ മുന്ദ്ര പോർട്ടിൽ 3000 kg ഹെറോയിൻ വന്ന കേസിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്ന അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കോൺസ്പിറസി തിയറി ആയിരുന്നു SRKയുടെ മകന്റെ അറസ്റ്റ് എന്നാണ് ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ കേസൊക്കെ നടക്കുമ്പോൾ സന്ദേശം സിനിമയ്ക്കകത്ത് പറയുന്നില്ലേ, അവനൊരു പെണ്ണ് കേസിപ്പെടുത്തിയ പാർട്ടിയിൽ മുന്നോട്ട് വരാതെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടി കൊണ്ടുവന്നതാണ് ഈ പർട്ടിക്കുലർ കേസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അദാനിയുടെ കേസ് പറഞ്ഞോണ്ട് പറയാം, നമ്മുടെ ലക്നൌവിലെ എയർപോർട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് ഇറങ്ങിയപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, ഈ എയർപോർട്ട് മോദി അദാനിക്ക് കൊടുത്തേക്കാണ് 50 വർഷത്തേക്കോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ചിൽ ഇപ്പം ഇന്ത്യയിലെ 15 പോർട്ടുകൾ അദാനി ഹോൾഡിങ്സ് ആണ്, അദാനി ഗ്രൂപ്പ് ആണ് റൺ ചെയ്യുന്നത്. അദാനി 15 പോർട്ടുകൾ കൺട്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞടക്കം 15 പോർട്ടുകളുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് തൊട്ട് ബംഗാൾ വരെയുള്ള ആ ഒരു ഫുൾ ഏരിയയിൽ 15 പോർട്ടുകളുണ്ട്. പ്ലസ് ഈ പറഞ്ഞ നമ്മൾ കുറച്ചു മുന്നേ സംസാരിച്ച ഹൈഫ പോർട്ട് ഉണ്ടല്ലോ, ഇസ്രായേലിലെ ഹൈഫ പോർട്ട് 50% ഓണർഷിപ്പ് അദാനി ഹോൾഡിങ്സിനാണുള്ളത്. ശ്രീലങ്കയിലെ ഒരു പോർട്ടും അദാനി തന്നെയാണ് റൺ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ചബാഹർ എന്ന് പറഞ്ഞൊരു പോർട്ട് വരുന്നുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാൻ്റെ പോർട്ട് എന്നാണ് പറഞ്ഞത്, പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ഇറാനിലൊരു പോർട്ട് വരുന്നുണ്ട്, അതിപ്പോൾ ഇലക്ഷന് ശേഷം അദാനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുമെന്നൊരു ന്യൂസും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ആ പർട്ടിക്കുലർ പോർട്ടും. അതിനൊപ്പം തന്നെ നമുക്ക് പറയാം, ഈ പറഞ്ഞ പോലെ എയർപോർട്ടിന്റെ കേസ് ഇപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ കേസ് പറയുന്നത് ഇപ്പം
രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോയിൽ വൈറലാണല്ലോ, ലക്നൗവിൽ എയർപോർട്ടിൽ വന്നിട്ടാണ് ആ എയർപോർട്ട് അദാനിക്ക് മോദി കൊടുത്തു എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ആ വീഡിയോ ചെയ്തത്. ആക്ച്വലി 7 എയർപോർട്ട് ഇന്ത്യയിൽ, മൊത്തം 7 എയർപോർട്ട് അദാനി റൺ ചെയ്യുന്നുണ്ട്. ലക്നൗ, മാംഗ്ലൂർ, മുംബൈ എയർപോർട്ടെല്ലാം അദാനി എയർപോർട്ടിന്റെ ഹോൾഡിങ്സിന്റെ അണ്ടറിൽ വരുന്ന. ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ മീഡിയയും രാഷ്ട്രീയ പാർട്ടിയും എല്ലാവരും അദാനിനൊരു ഭൂഷമായിട്ടാണ് ചിത്രീകരിച്ചേക്കണത് നമ്മുടെ മുമ്പിൽ. ശരിക്കും പറഞ്ഞാൽ അത് മാത്രമല്ല, അല്ലല്ല, നമ്മളിപ്പം ഈ പറയുന്ന ഏത് ബിസിനസ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിലും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം സിമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതായത് നമ്മുടെ ടോട്ടൽ GDP-യിൽ നല്ലൊരു പെർസെൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ സിമെന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ആദ്യത്തെ സിമെന്റ് ആയിട്ട് പറയുന്നത് ACC സിമെന്റ്സ് ആണ്. അതായത് 1936 അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിരുന്ന 10 സിമെന്റ് കമ്പനികൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ACC ഫോം ചെയ്യുന്നത്. അതായത് അസോസിയേറ്റഡ് സിമെന്റ് കമ്പനീസ് എന്നോ മറ്റാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ഈ സിമെന്റ് കമ്പനി ഇപ്പോൾ അദാനിയുടെ കയ്യിലുണ്ട്. അതായത് എനിക്കൊന്ന് നമ്മുടെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന്റെ തൊട്ട് മുൻപാണെന്ന് തോന്നുന്നു, അംബുജ സിമെന്റ്സിന്റെ സബ്സിഡിയറി കമ്പനിയാണ് ACC സിമെന്റ് എന്ന് പറയുന്നത്. അതൊരു $7 ബില്യൺ സംതിങ് കൊടുത്തിട്ടാണ് അദാനി ഗ്രൂപ്പ് അക്വയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം സിമെന്റ് ഇൻഡസ്ട്രി പോലത്തെ, അതായത് അൾട്രാടെക് ആണ് ഇന്ത്യയിലെ അതായത് ടോപ്പ് മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടുതൽ അൾട്രാടെക്കിനാണ്. അപ്പോൾ അൾട്രാടെക്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി ആയിട്ട് അംബുജ സിമെന്റ്സ് മാറിക്കൊണ്ടിരിക്കുക. അതിപ്പം ACCയും അംബുജ സിമെന്റ്സും മാത്രമല്ല, നമ്മുടെ വിരാട് കോഹ്ലി ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, നുവോക്കോ എന്നും പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ അദാനി സിമെന്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ സിമെന്റുമായിട്ട് വരെ ഒരു സൈഡ്, അതായത് ഇപ്പം ഗുജറാത്തിൽ സാങ്കിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടുന്ന് വരുന്നൊരു സിമെന്റാണ് സാങ്കി എന്ന് പറഞ്ഞ സിമെന്റ്. നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ട്. അത് കൂടുതലും ഈ ബ്രിക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമെന്റ്. അതുകൊണ്ട് പബ്ലിക്കിന് അത്ര ഇൻഫർമേഷൻ കാണത്തില്ല ആ കമ്പനിയെ കുറിച്ച്. ഈ സാങ്കി എന്ന് പറഞ്ഞ സിമെന്റ് ഈ വളരെ ക്യാഷ് ടൈറ്റ് ആയിട്ട് അവരത് സെല്ല് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ശ്രീ സിമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു പ്ലെയറാണ് സിമെന്റ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ശ്രീ സിമെന്റും ഈ സാങ്കി എന്ന് പറഞ്ഞ സിമെന്റിനെ അക്വയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ ആക്ച്വലി ആ ബിഡ് വിൻ ചെയ്തത് അദാനി സിമെന്റ്സാണ്. ഇപ്പം അവർക്ക് ഫണ്ട് ഉണ്ട്, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, പിന്നെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട്. ഇത് സിമെന്റിന്റെ ബേസിക് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലിങ്കറും ലൈം സ്റ്റോണും ഒക്കെയാണ്. പിന്നെ ഫ്ലൈ ആഷ് വേണം. ഈ ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ്. ഈ ഫ്ലൈ ആഷ് ഉണ്ടെങ്കിലുള്ള നമുക്ക് സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേണ്ട രീതിയിൽ, അതിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. ഇത് ആവശ്യത്തിലധികം ഇൻഫ്രാസ്ട്രക്ചർ അദാനിക്കുണ്ട് ആക്ച്വലി. കാര്യം അവർ പവർ ഇൻഡസ്ട്രിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഫ്ലൈ ആഷുകൾ കിട്ടും. അതുപോലെ തന്നെ ഇത് ബേൺ ചെയ്തിട്ടാണ് ഈ ലൈം സ്റ്റോണും ക്ലിങ്കറും ഫ്ലൈ ആഷ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ബേൺ ചെയ്തിട്ടാണ്, അത് പ്രോസസ്സ് ചെയ്താണ് സിമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഒരുപാട് എനർജി വേണം. അതിന് കോൾ ആക്ച്വലി നല്ലൊരു യൂസ്ഫുൾ മെറ്റീരിയലാണ്. അദാനിക്ക് കോളുണ്ട്. പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഷിപ്പ് വേണം. ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് ഈ സാങ്കിപുരത്ത് നിന്നുള്ള സാങ്കി എന്ന് പറഞ്ഞ സിമെന്റ്, അതിന്റെ ക്ലിങ്കർ നേരെ അവിടെ നിന്ന് ഷിപ്പ് ചെയ്ത് തൂത്തുക്കുടി അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അദാനിക്ക് സിമെന്റിന്റെ യൂണിറ്റ്സ് ഉള്ള അങ്ങോട്ട് അവർക്ക് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും, ഏറ്റവും വയബിൾ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അതായത് 10 വർഷം മുന്നേ ഏതൊരു റോ മെറ്റീരിയൽ, ഇത് നമ്മളൊരു വീടല്ല ബിൽഡിങ് പണിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽസിന്റെ 10 വർഷം മുന്നത്തെ കോസ്റ്റും കറണ്ട് കോസ്റ്റും കൂടെ നോക്കിയാൽ സിമെന്റ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും കോസ്റ്റ് ഭയങ്കര കൂടിയാണ് നിൽക്കുന്നത്. സിമെന്റ് 10 വർഷം മുന്നത്തെ പ്രൈസിലാണ് സിമെന്റ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ പബ്ലിക്കിന് അത് യൂസ്ഫുള്ളാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് സിമെന്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ റോ മെറ്റീരിയൽസിന്റെ വില ഡ്രാസ്റ്റിക് ആയിട്ട് കൂടുന്ന സമയത്ത് സിമെന്റ് ഇപ്പോഴും വില കുറഞ്ഞ് നിൽക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അദാനി സിമെന്റ്സ് ഈ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്തതിന്റെയാണ്. അതൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓർക്കുന്നു, നമ്മൾ റീചാർജ് കൂപ്പണൊക്കെ മേടിച്ച് സ്ക്രാച്ച് ചെയ്ത് 15 MB 20 MB നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പെട്ടെന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് നോക്കും എത്ര MB പോയി നോക്കും. പക്ഷെ ജിയോ വന്ന ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റ് കിട്ടി. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നതിന്റെ ഒരു റീസൺ പോലും ഇന്റർനെറ്റ് ഇത്രയും ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. ആൾക്കാർക്ക് വാച്ച് ചെയ്യാനാണെങ്കിലും കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഇതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. പലരും ചിന്തിക്കുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ ഈ ജിയോ ടെലികോം ഇൻഡസ്ട്രിയിൽ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത് അത് സിമെന്റ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ അദാനി ചെയ്യുന്നുണ്ട് കറന്റ്.